കോടതിയലക്ഷ്യ കേസിൽ ബാബ രാംദേവ് നേരിട്ട് മാപ്പ് പറയണമെന്ന് സുപ്രീം കോടതി. സത്യവാങ്മൂലത്തിലെ മാപ്പപേക്ഷ വിശ്വസനീയമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതിയിൽ നേരിട്ട് മാപ്പ് പറയാൻ ബാബ രാംദേവ് സുപ്രീം കോടതിയിൽ ഹാജരായി. പതഞ്ജലി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി IMA നൽകിയ കോടതിയലക്ഷ്യ കേസിലാണ് നടപടി. ശ്യാംദേവ് രാജ് വിശദാംശങ്ങളുമായി. ശ്യാംദേവ് രാജ്, സകല ഉഡായിപ്പും നോക്കി അവസാനം സുപ്രീം കോടതി വിടുന്നില്ല. രാംദേവ് ഇപ്പോൾ എത്തിയിരിക്കുകയാണോ? അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ, കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കുമ്പോൾ കർശനമായി ഇത്തവണ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് തൊട്ടു മുൻപ് മാപ്പപേക്ഷ ചൂണ്ടിക്കാട്ടി ഒരു മാപ്പപേക്ഷയുടെ സത്യവാങ്മൂലവും സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഈ മാപ്പപേക്ഷ തള്ളി. ഈ മാപ്പപേക്ഷയിൽ വിശ്വസനീയമല്ല എന്ന കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഒപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിക്കുകയും ചെയ്തു. കോടതിയിൽ നേരിട്ട് മാപ്പ് പറയാം എന്നാണ് ബാബ രാംദേവിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. ബാബ രാംദേവും സ്ഥാപനം ഈ പതഞ്ജലിയുടെ സഹസ്ഥാപകനായ ബാബ രാംദേവ് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്തു. ഈ IMA നൽകിയ കോടതിയലക്ഷ്യ കേസിലാണ് ഇന്ന് ബാബ രാംദേവ് നേരിട്ട് ഹാജരായത്. ബാബ രാംദേവ് നേരിട്ട് മാപ്പ് പറയാനായി വീണ്ടും ഏപ്രിൽ 10 വീണ്ടും ഹാജരാകണം എന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഒപ്പം പതഞ്ജലി ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയത് എന്തടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ രേഖകൾ സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റിക്ക് നൽകണം. ലൈസൻസിംഗ് അതോറിറ്റി ഈ രേഖകൾ പതഞ്ജലിയുടെ രേഖകൾ പരിശോധിച്ച ശേഷം സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. IMA നൽകിയ കോടതിയലക്ഷ്യ കേസ് ഏപ്രിൽ 10 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അന്ന് ബാബ രാംദേവ് വീണ്ടും ഹാജരാകുകയും വേണം. ശ്യാംദേവ് രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.